എനിക്ക് അനങ്ങത്തില്ലടാ ആക്ച്വലി. നിതിനും ജിൽസിക്കും പാടലിയുടെ എല്ലാവിധ വിവാഹ മംഗളാശംസകളും. പോരെ? ഓക്കെ. നവീന്റെ പ്രത്യേക ക്രെഡിറ്റ്സ് വെക്കണോ? ഞാൻ 4:45 അവിടെ ചെന്നാൽ പെരുന്നാളിനുള്ള ആളുണ്ട്. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഭയങ്കര സ്നേഹമാണ്. എനിക്ക് എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുള്ള സുഹൃത്തുക്കളിൽ എപ്പോഴും ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരാളാണ് ടിങ്കർ ചേട്ടൻ. കോളേജിൽ പഠിച്ചപ്പോഴാണ് അല്ലേ? മരിയം കോളേജിൽ പഠിച്ചപ്പോഴാണ് ഫസ്റ്റിലെ കാണുന്നത്. സ്ഥിരമായിട്ട് ഞങ്ങള് ബസ്സിൽ അല്ലേ മുണ്ടക്കയം കുട്ടിക്കാനം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഏത് കല്യാണത്തിനും പോകുന്നത്. അപ്പോൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ എല്ലാം ഞങ്ങളിങ്ങനെ പറയും, ജിൽസിക്ക് കല്യാണം കഴിക്കണ്ടേ, അടുത്ത കല്യാണം ജിൽസിയുടെ, അടുത്ത കല്യാണം ജിൽസിയുടെ. ഞാനൊന്നും പറഞ്ഞൊന്നും ഇല്ല, ഉടനെ ഇല്ലെന്നുള്ള വാക്ക് മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. മരിയനിൽ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷമാണ് എല്ലാരും പല വഴിക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ചില കോണ്ടാക്ട്സുകൾ നിലനിൽക്കൂല്ലോ. അങ്ങനെ നിന്ന ഒരു കോണ്ടാക്ട് ആയിരുന്നു നിതിൻ്റെത്. ദീർഘ സൗഹൃദങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എടുത്തു പറയാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാനില്ല. ലൈക്ക് ഇറ്റ്സ് ലോങ് ഫ്രണ്ട്ഷിപ്സ് അല്ലേ, ലോങ് അങ്ങനെ. ഇത്രയും നാളത്തെ പരിചയവും അടുപ്പവും ഒക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളിൽ കൂടെ അവരോട് വി കാനോട്ട് എക്സ്പ്രസ് ഹൗ ഹാപ്പി വി ആർ എന്നുള്ളതാണ്. Wholeheartedly, I wish Nitin and Jilsi a happy married life, and hopefully we all get to spend time together. And Nitin, welcome to the gang. Yeah, Nitin, welcome to the gang. എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. ഞങ്ങൾ ഏറ്റവും ലളിതമായ കല്യാണം ആണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രജിസ്റ്റർ മാരേജ് ആണ്. എൻ്റെ അനിയൻ്റെ കല്യാണം മറ്റുള്ളവർക്കൊരു മാതൃകയാവണമെന്നാണ് ഒരു ആഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പരമാവധി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള രജിസ്ട്രേഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തെങ്ങാട്ട് വീട്ടിൽ ചാണ്ടിയം എബ്രഹാം മകളായ ജിൽസി ജെ എബ്രഹാം എന്നയാളെ 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എൻ്റെ നിയമാനുസൃതമായ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. സി സുരേഷ് മകനായ നിതിൻ സുരേഷ് എന്നയാളെ 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. വീട്ടിൽ ചെറിയ ബേസിക് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടുകാര്, പ്രത്യേകിച്ച് എൻ്റെ അമ്മ, പിള്ളേരുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ തന്നെ കാരണം. ജിൽസിയുടെ മമ്മിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇക്കാര്യത്തിൽ. അതെ, ഞാൻ ശരിക്കും പറഞ്ഞ സ്റ്റേജിലൊക്കെ വെച്ച് എനിക്ക് കുറച്ചുകൂടെ എനർജി ഉണ്ടായിരുന്നെങ്കിൽ ഒരു നന്ദി വാക്ക് മമ്മിയെ കുറിച്ച് പറയണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതിൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്കിങ്ങനെ ചെയ്യണം, ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇന്നത്തെ ദിവസം വേണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു.